തീവ്രവാദിയായ മുസ്ലിം ചില പ്രയോഗമൊക്കെ അങ്ങനെ കൊണ്ടുവരാറുണ്ട്. എനിക്ക് തിരിഞ്ഞിട്ടേ ഇല്ല അതിന്റെ അർത്ഥം എന്താണെന്ന്. കാരണം മുസൽമാൻ എന്ന് പറഞ്ഞാല്, അല്ലെ ഇസ്ലാം മത വിശ്വാസി എന്ന് പറഞ്ഞാല് ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവനാണ്. ഉണങ്ങിയ പച്ചമുളക് എന്ന് പറയാൻ കഴിയും നമുക്ക്. ഉണങ്ങിയ പച്ചമുളക്, ഒരു ഗ്ലാസ് ചൂടുള്ള പച്ചവെള്ളം വേണമെന്ന് പറഞ്ഞാൽ എന്ത് അസംബന്ധമായിരിക്കും. അതുപോലെ അസംബന്ധമാണ് തീവ്രവാദിയായ മുസ്ലിം എന്ന് പറയുന്നത്. മുസ്ലിമിന് ഒരിക്കലും തീവ്രവാദിയാവാൻ കഴിയില്ല. ഒരുപക്ഷെ മുഹമ്മദ് എന്നോ അല്ലെങ്കിൽ ഇബ്രാഹിം എന്നോ പേരുള്ള ഒരാൾക്ക് ആവാൻ കഴിയും, മുസൽമാനാവാൻ കഴിയില്ല. ഒരു നാരായണൻ എന്നോ ഗോവിന്ദൻകുട്ടി എന്നോ പേരുള്ള ഒരാൾക്ക് ഹിന്ദു എന്ന പേരുള്ളത് കൊണ്ട് മാത്രം അവൻ ഹിന്ദു ആവണമെന്നില്ല. അപ്പൊ ഇസ്ലാം എന്ന വാക്കിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം സമർപ്പണം എന്നാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാന് മുമ്പില് നമ്മെ സമർപ്പണം ചെയ്താൽ